എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ കൊതുകുതിരിയാണ്. ഇപ്പോൾ എല്ലായിടത്തും നല്ല കൊതുകൊക്കെ ഉള്ള സമയമാണല്ലേ. അപ്പോൾ നമ്മൾ കൊതുകുതിരിയൊക്കെ കത്തിച്ചാൽ പെട്ടെന്ന് തന്നെ അത് കത്തി തീർന്നു പോവാറുണ്ട് അല്ലേ. അപ്പോൾ അത് കുറച്ച് സമയം അധികം കത്തി ഈ പുകഞ്ഞിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൊതുകുതിരി ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒന്നല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാവും കേട്ടോ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് കൈവച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നോർമലി ഉള്ള നമ്മുടെ പച്ചവെള്ളം എടുക്കുക. ഇത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഡെറ്റോളിൽ വെള്ളം മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതായാലും നമുക്ക് കുഴപ്പമില്ല. ഞാനിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് നനവാവാൻ പാടില്ല, എന്നാൽ ചെറുതായിട്ടൊരു ചെറിയൊരു നനവും ആവണം. അങ്ങനെ ആവുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ കത്തിത്തീരാതെ പുകഞ്ഞുകൊണ്ട് കുറച്ചധികം സമയം നമുക്ക് ആ ഒരു സ്മെല്ല് നമ്മുടെ എവിടെയാണോ കത്തിച്ച് വെക്കുന്നത് അവിടെ കുറച്ചധികം സമയം പുകഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്, അതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ കുറച്ച് ആളുകളെങ്കിലും ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രത്തിലൊക്കെ ഇതുപോലെ പഞ്ചസാര അല്ലെങ്കിൽ നമ്മൾ മധുരമുള്ള എന്തെങ്കിലും സാധനമൊക്കെ ഇട്ട് അടച്ച് വെക്കാറുണ്ടല്ലേ, ബേക്കറി ഐറ്റംസ്, പഞ്ചസാര. ഞാൻ ഇതുപോലുള്ള പാത്രങ്ങളിൽ പഞ്ചസാരയൊക്കെ നിറച്ച് വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ നല്ലപോലെ ഉറുമ്പുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ അടച്ചു കൊടുത്താലും അതിൽ ഉറുമ്പ് വരും. അപ്പോൾ ഞാൻ വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്നത് പോസിബിൾ അല്ല. നമ്മുടെ കിച്ചൻ്റെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് അതൊരു അഭംഗിയായിട്ട് കിടക്കൂലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് കാണിക്കുന്നത്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു അടപ്പ് എടുത്തുകൊണ്ട് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ മുറിച്ചെടുക്കുക. ഇതാ കണ്ടോ, കറക്റ്റ് ഷേപ്പിൽ രണ്ട് രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഒന്ന് ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ മുറിച്ചെടുത്ത് ആ ഒരു അടപ്പിൻ്റെ ഉള്ളിലേക്കാക്കി ഇതുപോലെ അടച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചാലും ഉറുമ്പ് വരില്ല. ഇനി ഇതിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു കവർ ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു ഉറുമ്പ് പോലും കയറിയിട്ടില്ല. ഇതുപോലെ കുറച്ച് വലിപ്പം കുറച്ച് അധികമാക്കി മുറിച്ച് ഇതുപോലെ അടച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഒരു ഉറുമ്പ് പോലും കയറില്ല. നമ്മളിത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബോട്ടിൽ ഇതുപോലെ ഒരു കവർ ഉള്ളിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിലും നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമല്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതും എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്സൊക്കെ അതുപോലെ തന്നെ ബേക്കറിയൊക്കെ നമ്മൾ പൊട്ടിച്ച് ടിന്നിലൊക്കെ അല്ലെങ്കിൽ ബോട്ടിൽസിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് തണുത്ത് പോവുക അല്ലെങ്കിൽ കാറിൽ വരികയൊക്കെ ചെയ്യാറുണ്ട്. ഇതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കുറച്ച് ഉപ്പെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബേക്കറി ഇട്ട് വെച്ച പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഓട്സ് ഇട്ട് വെച്ച പാത്രത്തിലേക്കും കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറഞ്ഞ അളവ് മിക്സ് ചെയ്ത് അടച്ചു വെച്ചാൽ അത് ഒരു പരിധി വരെ നമുക്ക് അത് തണുത്ത് പോവാണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 സ്പൂൺ അളവ് നാടൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 സ്പൂണോളം നല്ല തേനും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള തേനുമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ മിക്സ് ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ തൊണ്ടയിൽ അതുപോലെ തന്നെ നെഞ്ചിലൊക്കെ കെട്ടിക്കിടക്കുന്ന കഫം ഇളകി പോരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ടൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് കുട്ടികളിലുണ്ടാവുന്ന കഫക്കെട്ട് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളാണ്. ഇത് നമുക്ക് ഈ രീതിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കഫക്കെട്ടും അതുപോലെ തന്നെ സൗണ്ട് അടഞ്ഞതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 വെളുത്തുള്ളിയുടെ അല്ലികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും മതി കേട്ടോ. ഇതൊന്ന് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ ഒന്ന് നമ്മുടെ ഇടിക്കല്ലിലൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കറ പിടിച്ച പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളമാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ അളവിലൊക്കെ മാറ്റം
വരുത്താം കേട്ടോ. പിന്നെ ഞാൻ ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 2 സ്പൂണ് ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇനി വീട്ടിലൊക്കെ വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരു 2 അടപ്പ്, ഒരുപാടൊന്നും വേണ്ട, ഒരു 2 അടപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് അതിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെറുതെ ഒന്ന് തിളച്ചാൽ പോരാ, നമുക്ക് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു വെളുത്തുള്ളിയുടെ സത്തൊക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിട്ടുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം. കണ്ടോ, നല്ല പോലെ തന്നെ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മേൽഭാഗത്തൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് നമുക്ക് മേൽഭാഗത്തുകൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ തിളച്ചപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ചെറു ചൂടോടുകൂടി നമുക്ക് എടുക്കാം കേട്ടോ. ഒന്ന് ചൂടാറി നല്ല ഒരു തിള പോയതിന് ശേഷം ഒരു ചെറു ചൂടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ ഈ ഒരു പാട്ടൊക്കെ ഒഴിവാക്കി ഒന്ന് അരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ചതച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ പാത്രം കുറച്ച് കറ പിടിച്ചിട്ടുള്ള പാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഇത് നല്ല പോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കഴുകി കളയണം കേട്ടോ. ഒന്നുകൂടെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നല്ല പോലെ തന്നെ ഇതൊന്ന് ഉരച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഒഴിവാക്കി നമ്മൾ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ അളവിലേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് എത്ര ആയാലും ആ ഒരു പത കണ്ടാലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ പാത്രം നല്ല പോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ പാത്രം നല്ല പുത്തനായിട്ടുണ്ട്. നമ്മുടെ കറ പിടിച്ചതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്റ്റീലിൻ്റെ പുതിയതിൻ്റെ ഒരു തിളക്കമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു പാർട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാത്രം കൂടി ക്ലീൻ ചെയ്യാം. അപ്പോൾ വെറുതെ കളയുന്നതിന് മുൻപ് ഇതുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെള്ളം നമ്മൾ കുറച്ച് ഇതുപോലെ നമ്മുടെ വാഷ് ബേസിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കിച്ചൺ സിങ്ക് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കിച്ചൺ സിങ്ക് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഉച്ചിലും ഒരു വഴുവഴുപ്പും കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു രീതിയാണിത്. നമുക്ക് കമ്പിയുടെ സ്ക്രബ്ബറോ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് നമ്മുടെ ഇത് നമ്മൾ നെറ്റാണ് കേട്ടോ. ആ ഒരു നെറ്റിയുടെ തുണി വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാഷ് ബേസിലൊന്നും സ്ക്രാച്ചൊന്നും വീഴൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്യാം. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ പൈപ്പിലടക്കം കഴുകി നല്ല പോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ നമ്മുടെ വാഷ് ബേസൊക്കെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയിൽ നമുക്ക് നമ്മുടെ വാഷ് ബേസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ക്ലോസറ്റിലാണ് കേട്ടോ. നമ്മുടെ കറ പിടിച്ചിട്ടുള്ള അതുപോലെ തന്നെ കുഴൽ കിണറിൻ്റെ ഒക്കെ വെള്ളം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ രാത്രി ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടച്ച് വെക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മളൊന്ന് ഫ്ലഷ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉച്ചിലും കറയൊക്കെ പോയി നമ്മൾ ക്ലോസറ്റ് നല്ല പുത്തനാവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുഴൽ കിണറിൻ്റെ വെള്ളം അതുപോലെ തന്നെ പാടത്തൊക്കെ വീടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും, മഞ്ഞ കറ പിടിച്ചുകൊണ്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴത്തെ കണ്ടോ നല്ല പോലെ തന്നെ നമുക്ക് വെള്ളയായിട്ട് തന്നെ ബാത്റൂം കിട്ടിയിട്ടുണ്ട് കേട്ടോ.